അപ്പോൾ ഈശോ നമുക്ക് തരുന്ന വലിയൊരു സമ്മാനം ഇതാണ്. ഈ ഉയർപ്പിൻ്റെ ശക്തി മുഴുവനും നമുക്ക് തരികയാണ്. നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു രഹസ്യം ഇതാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനം ഒന്ന് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വചനം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് വായിച്ചോളൂ. അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എല്ലാവരും നേരിട്ട് പറഞ്ഞേ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ ശുശ്രൂഷകരായ നമ്മൾ ധ്യാനത്തിന് കൺവെൻഷനൊക്കെ തുടങ്ങുമ്പോഴേക്കും മധ്യസ്ഥ പ്രാർത്ഥനയും വീട് തോറും കയറി ഇറങ്ങിയ ആളുകളെയൊക്കെ ആഹ്വാനം ചെയ്യും. നിങ്ങൾ കൺവെൻഷന് വരണം ഇല്ലേ? പേടിച്ചിട്ടാണ് ചെല്ലണത്. ചിലയിടത്തൊക്കെ പോണോ, ആ വീട്ടിൽ പോണോ, പോയാൽ അവരെന്ത് പറയും? ഒന്നാമത്തെ ഈ നല്ല വീട്ടിലെ ആൾക്കാരൊക്കെ മറ്റുള്ള വീടുകൾ കയറി ഇറങ്ങി ഇങ്ങനെയൊക്കെ ചോദിക്കണത് നമുക്കാണെങ്കിൽ ഭയങ്കര ഒരു നാണക്കേട് പോലെ തോന്നും. എന്നാലും കൺവെൻഷൻ ടീമിലുള്ളതല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? ടീമിൻ്റെ ഉള്ള ആൾക്കാരല്ലേ, നമ്മൾ ശുശ്രൂഷകരല്ലേ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ചോദിക്കും, അതെ ആലോചിക്കട്ടെ വരാൻ പറ്റുമെന്ന്, ബാക്കി ജോലിയൊക്കെ മാറ്റിയിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വരാം. അത് കേൾക്കപ്പം തന്നെ നമുക്കൊരു പ്രയാസമായി. എൻ്റെ ദൈവം, നമ്മൾ ഭയങ്കര ആവേശത്തിലാണ് ചെന്നേക്കണത്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, അതേ ഈ കൺവെൻഷന് വന്നു കഴിഞ്ഞാൽ രോഗശാന്തിയൊക്കെ കിട്ടുമോ? പിന്നെ കിട്ടും. അപ്പോൾ നമുക്കൊരു സംശയം, കിട്ടിയില്ലെങ്കിലോ? അവരും പോയിക്കും, പൂർണ്ണമായിട്ട് രോഗം മാറുമോ കൺവെൻഷന് വന്നാൽ? അപ്പം നിങ്ങളെന്ത് പറയും? നിങ്ങളെന്ത് പറയും? ഞാനൊക്കെ അന്ന് ആദ്യകാലങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, അതെ അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്ന് പറയും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ. സാവധാനം എൻ്റെ മട്ട് മാറി. സാവധാനം ഞാൻ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഈ വചനം പറയുന്നത്, ഈ വചനം പറയുന്നത് അടഞ്ഞു കിടന്ന മുറിയിലേക്ക് അവൻ കടന്നു വന്നു എന്ന് പറഞ്ഞെല്ലാവരും. അടഞ്ഞു കിടന്ന മുറിയിലേക്ക് അവൻ കടന്നു വന്നു. അതെങ്ങനെയാ? ഈ അടഞ്ഞു കിടക്കണ മുറിയിൽ, അതാണ് ഉയർപ്പിൻ്റെ പ്രധാന ശക്തി. നമ്മൾ ഉയർപ്പിന് കല്ലറയൊക്കെ തുറന്നു വരുന്നതായിട്ടൊക്കെയാണ് നമ്മൾ പള്ളിയിലൊക്കെ കണ്ടേക്കണതില്ലേ? വാസ്തവത്തിൽ യേശുവിന് കല്ലറ തുറക്കണ്ട പുറത്തു വരാൻ. യേശു കല്ലറയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് മനുഷ്യൻ്റെ ഭാവനയിൽ കല്ലറ തുറന്ന് പുറത്തു വന്നതായിട്ടാണ്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശരീരം ഒരു പ്രത്യേക ശരീരമാണത്. ആ യേശുവിൻ്റെ ശക്തി അത്രയ്ക്ക് അത്യത്ഭുതകരമായ ശക്തിയാണ്. മാനുഷിക ചിന്തകൾക്ക് അഗ്രാഹ്യമായൊരു ശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സർവാധിപനാം കർത്താവേ
എന്ന് പാടുന്നത്. യേശുവിൻ്റെ ഉയർപ്പ് ദൈവത്തിൻ്റെ സർവാധിപ ശക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രകടനമാണ്. പ്രപഞ്ചത്തിൽ മറ്റൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണത്. കല്ലറ തുറക്കാതെ തന്നെ യേശു പുറത്തു വന്നു എന്ന് തന്നെ വിശ്വസിക്കണം. ഇവിടെ ഇതാ ഒരു കല്ലറയിൽ കിടക്കുന്ന പോലെയാണ്, ഒരു മുറിയുടെ ഉള്ളിൽ ഭയന്ന് വിറച്ച് ഈ അപ്പസ്തോലന്മാർ കഥ അടച്ചിരിക്കുകയാണ്. കാരണം ആ യഹൂദർ, യേശുവിനെ കൊന്ന യഹൂദർ നമ്മളെ കണ്ടുകിട്ടിയ തട്ടിക്കളയൂലേ, അതുകൊണ്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. പേടിച്ച് കഥ അടച്ചിരിക്കുക.